ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തേ, എന്നിട്ട് നന്നായി വരട്ടെന്ന് പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് ഡോക്ടർ രാജേഷ് പെൺമല. എൻ്റെ സ്വദേശം ഞാൻ മാന്നാനം ശാഖയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഏറ്റുമാനൂരാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഞാൻ വിവാഹപൂർവ്വ കൗൺസിലിംഗിന്റെ കോർഡിനേറ്ററാണ്. കേരളത്തിലെ 50 യൂണിയനിൽ ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ രാവിലെ 9 മുതൽ 11 വരെ മുണ്ടക്കൈ യൂണിയന്റെ ഒരു ഓൺലൈൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത്. കഴിഞ്ഞ 19 വർഷക്കാലമായി ഞാൻ BEd കോളേജിലെ അധ്യാപകനാണ്. അക്കാഡമിക് തലത്തില് 5 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PhD ഉണ്ട്. വിവാഹിതനാണ്, സ്നേഹസമ്പന്ന ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഒരു മോനും മോളും, നാരായണനും നാരായണിയും. എന്റേതായ 3 പുസ്തകമുണ്ട്. മഹാഗുരു നമുക്ക് നൽകിയ ദൈവദശത്തിന്റെ വ്യാഖ്യാനം, ഗുരുമഹിമ, ഗുരുസവത്തിൽ തുടങ്ങിയ 2 പുസ്തകം ഗുരുവുമായി ബന്ധമുള്ളത്, അല്ലാതെ മറ്റു 2 പുസ്തകം കൂടിയുണ്ട്. ഇതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നലെ വൈകിട്ട് ഏകദേശം മക്കൾ സംസാരിക്കരുതേ. ഇന്നലെ വൈകിട്ട് ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ മാതാപിതാക്കൾക്കാണ് പ്രത്യേകിച്ച് ക്ലാസ്സിൽ നിന്നാണ് എന്നോട് പറഞ്ഞതിന്റെ എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങള് ഏകദേശം 10-70 കുഞ്ഞുങ്ങള് ക്ലാസ്സിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ നമ്പർ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ കൂടുതലായി സ്കൂളിലേക്ക്, നമ്മുടെ ക്ലാസ്സിലേക്ക്, ഞായറാഴ്ചത്തെ ക്ലാസ്സിലേക്ക് വിടണം. ഒരു ഗുരുവിലേക്ക് അടുപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് സംസാരിക്കണമെന്നാണ് എന്നോട് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 11:45 കഴിഞ്ഞ് ഏകദേശം 12 വരെ 3/4 മണിക്കൂർ നേരം നിങ്ങളുമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിലൊന്ന് സംശയങ്ങളൊക്കെ പിന്നീട് നമുക്ക് മറുപടി നൽകാം. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇത്രയും കുഞ്ഞുമക്കൾ വന്നല്ലോ. മറ്റ് ചില ശാഖകളില് ഇത്തരം പ്രോഗ്രാംസ് വേണ്ടവണ്ണം നടക്കുന്നില്ല. പക്ഷെ ഈ ശാഖ, ഇതിന്റെ ഭരണസമിതി, ഇതില് രിവാര പാഠശാലയുടെ അല്ലെങ്കിൽ ബാലരജോ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത്രയും കുട്ടികൾ വരികയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ഇനിയും ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു നല്ല മനസ്സിന് നന്ദി. ഓക്കെ, ശരി. ഇതില് പല വിഭാഗം കുട്ടികളാണ്. കുഞ്ഞു കുട്ടി മുതൽ, നമ്മൾ പറയാറുണ്ട് അവിയൽ പോലെയാണ്, കുഞ്ഞു കുട്ടി മുതൽ പല വിഭാഗത്തിൽപ്പെട്ടവരാണ്. എല്ലാവർക്കും രസകരമായി തോന്നുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചുമാണ് നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, ഞാൻ രാവിലെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഉച്ച കഴിഞ്ഞ് പോകുന്നത് തിരുവല്ലയിൽ ഒരു ക്ലാസ് ആണ്. വിവാഹപൂർവ്വ കൗൺസിലിംഗ് പ്രോഗ്രാം തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ 5 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് 4 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് എന്റെ വീട്ടിലേക്ക് എത്തുന്നത് 5:15 ആകുമ്പോൾ എനിക്ക് വീട്ടിലെത്തണം. കാരണം 5:30 എന്നെ കാത്തിരിക്കുന്നത് ഒരു പിതാവും മാതാവും, ഒരു അച്ഛനും അമ്മയും തന്റെ പോളിടെക്നിക്കിൽ പഠിക്കുന്ന മകനുമായിട്ടാണ് 5:30 എന്നെ കാണാൻ വരുന്നത്. കാരണം എന്താണെന്നറിയാമോ പ്രിയമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഈ മക്കളെ ഒഴിവാക്കി. എന്തായിരിക്കും കാരണം? പോളിടെക്നിക്ക് പഠിക്കുന്ന 1ാം വർഷം പഠിച്ച പയ്യൻ, അവനൊരു പെൺകുട്ടിയുമായി അല്പ അടുപ്പത്തിലാണ്. ആ പെൺകുട്ടിയോട് പറഞ്ഞു, അവൻ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം പോയത്. എറണാകുളത്ത് പോയി അവൻ കൂട്ടുകാർക്ക് വേണ്ടി കഞ്ചാവ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇവൻ അത് ഉപയോഗിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും, കാല് വിറയ്ക്കും. ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത സന്ദർഭത്തിലാണ് ആ അമ്മ ഇന്നലെ വിളിച്ച് എന്നോട് പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒരേ ഒരു സന്താനമാണുള്ളത്. അവനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, അവനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് സാറ് പറഞ്ഞ കുഞ്ഞിനെ, എന്റെ മോനെ ഒന്ന് ലഹരിയിൽ നിന്നൊന്ന് മാറ്റിത്തരണം. അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടി വൈകുന്നേരം 5:30 വരിക. 2 മണിക്കൂർ നേരം അനുമായി സംസാരിക്കാം. ഇത്തരത്തിൽ ധാരാളം കേസുകളാണ് നമ്മളുടെ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ധാരാളം കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം കേസുമായി മാതാപിതാക്കൾ കൗൺസിലിംഗ് സെന്ററുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്ന സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. മറ്റൊന്ന്, ഞാനിപ്പോ നിൽക്കുന്നത് ഈ സ്കൂളിന്റെ മുൻപന്തി ഇവിടെയാണ്. ഇവിടെ തന്നെ അറിയാം. ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പഠിക്കുന്ന +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായി പ്രേമത്തിലായി. ആ ചെറുപ്പക്കാരൻ കഞ്ചാവ് വിൽക്കുന്ന കഞ്ചാവിന്റെ ഏജന്റ് ആണ്. ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ ബാഗിലാണ് കഞ്ചാവ് നിക്ഷേപിച്ച് നാഗമ്പലത്ത് കൊണ്ടുവന്ന് കഞ്ചാവ് വിൽക്കാനുള്ള ഏജന്റായി ഈ പെൺകുട്ടിയും കൂടി പ്രവർത്തിക്കുന്നു. ഈ പെൺകുട്ടിയുടെ, ഇവിടെ പഠിച്ച കുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ മാതാവ് എന്നെ കാണാൻ വന്ന്, നരുന്ന് പോലെ ചെറിയൊരു പെൺകുട്ടി ആണോ, +2 പഠിക്കുന്ന പെൺകുട്ടി, സ്കൂൾ യൂണിഫോമിലാണ്.
അവിടെ ആ പെൺകുട്ടിയുടെ ബാഗ് മറ്റാരും തപ്പില്ല, പോലീസുകാർ തപ്പില്ല. സംശയമില്ലാത്ത അടിസ്ഥാനത്തിൽ അതിലേക്ക് പോയ ഒരു പെൺകുട്ടിയുമായി ഒരമ്മ വന്നതും ആ അമ്മ എന്റെ മുൻപിൽ വന്ന് കരഞ്ഞതുമൊക്കെ ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള രണ്ട് മാതാപിതാക്കളുടെ നിങ്ങളുടെ മുമ്പിൽ ഈ രണ്ട് സംഭവങ്ങളും ഞാൻ പറയാൻ കാരണം ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച്, ഈ രണ്ട് കാര്യത്തെ കുറിച്ച് വളരെ വിശദമായി, രണ്ട് കാര്യം മാത്രമല്ല നിരവധി കാര്യമുണ്ട്, അതിനെക്കുറിച്ച് വളരെ വിശദമായി പരിശോധിച്ചപ്പോൾ, അവരുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, അവരുടെ ജീവിത രീതിയെ കുറിച്ച്, ആഹാരത്തെ കുറിച്ച്, ജീവിത രീതിയെ കുറിച്ച്, അവരുടെ ഈശ്വര വിശ്വാസത്തെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ചൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായി ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വസ്തുത, ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് വരുന്നത് ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പോട് കൂടി നിഷ്കളങ്കരാണല്ലയോ? ശരിയല്ലേ? ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് 15 വയസ്സ് കഴിയുമ്പോൾ, 16 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 17 വയസ്സ് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ കെട്ടിൽ നിന്ന് പൊട്ടിച്ചു പോകാൻ എങ്ങനെ അവർക്ക് സാധിക്കുന്നു അറിയേണ്ടതല്ലേ? ആണല്ലയോ? കുട്ടികൾ ഉണ്ടാതിരിക്കും. സൈലൻസ് പ്ലീസ്. ഞാനിപ്പോ അമ്മമാർക്കോട് സംസാരിക്കാൻ പ്രധാനമായിട്ട് വിചാരിക്കുന്നത്, ഇവർക്ക് കഥകളൊക്കെ പിന്നീട് പറയാം, രണ്ട് വിഭാഗമാണുകളാണ്. എന്താ ഇതിന് കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അമ്മമാരോട്, എന്നെ കേൾക്കുന്ന അച്ഛന്മാരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഒരു 5ാം ക്ലാസ്സിലാവാം, 10ലാവാം, +1 ആവാം, +2 ആകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ആരായി തീരും? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാണ്? അവൻ പഠനത്തിൽ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? അവനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ആലോചിക്കണം, വേണോ? ഒരച്ഛന്റെയും അമ്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അഭിമാനം, അന്തസ് എന്ന് പറയുന്നത് മക്കള് പ്രായപൂർത്തിയാകുന്ന സന്ദർഭങ്ങളിൽ, ആ മക്കളെ കുറിച്ച് അവർ ജീവിക്കുന്ന സമൂഹത്തിലെ ആളുകൾ പറയണം, നിങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇത്രയും സ്വഭാവശുദ്ധിയുള്ള മക്കൾക്ക് ജന്മം നൽകാൻ നിങ്ങൾ എന്ത് തപസ്സാണ് അനുഷ്ഠിച്ചത് അല്ലെ? എത്ര നല്ല മക്കളാണ്! നിങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് സമൂഹം പറയുന്നത് കേൾക്കുമ്പോഴാണ് ശരിക്കും അച്ഛനും അമ്മയും ഒക്കെ അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത്, ആഹ്ലാദിക്കുന്നത്. അങ്ങനെ റൈറ്റ്? ശരിയാണ്? അമ്മ പോലെ പറയൂ? ആണോ? പറയണം. ഇതേ സമയത്ത് നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള അല്ലെ, നമ്മുടെ എല്ലാവരെയും ഒരു കുഞ്ഞു ഡോക്ടറായിരുന്ന കുഞ്ഞു മോളായിട്ടുള്ള വന്ദനയുടെ ഡോക്ടർ വന്ദന ആണോ? ശരിയല്ലേ? ഡോക്ടർ വന്ദനയുടെ കൊലപ്പെടുത്തിയ ആളുടെ വിചാരണ നടക്കാൻ പോവുകയാണോ? ശരിയല്ലേ? ആ കൊലപാതകയുടെ അമ്മയെ കണ്ടാൽ അമ്മയോട് നിങ്ങളുടെ മനസ്സെന്തായിരിക്കും? ഈ തകട മകനാ ആ കുഞ്ഞിനെ കൊന്നത്. ശരിയല്ലേ? ആണോ? ആ അമ്മയെ കുറിച്ച് അല്ലെ, ഇവരുടെ വളർത്തു ദോഷമാണ്, ഇവരാണ് കാരണക്കാരി ആണോ? നിഷ്കളങ്കരായ പാവം ഒരു കുഞ്ഞു ഒരു ഡോക്ടറിനെ അല്ലെ, പൊട്ടിമുളച്ചു വരുന്നത് അല്ലെ, പാസ്സായി വരുന്ന ആ ഡോക്ടറുടെ ജീവിതം ഇല്ലാതാക്കി. ആ അച്ഛനമ്മയുടെ ഏക പ്രതീക്ഷയായിരുന്നു. ആ അച്ഛനമ്മയുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തിയത് അല്ലെ, ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് ആശ്രയമാകേണ്ട ഒരു ഡോക്ടറിന്റെ ജീവിതം തല്ലിക്കെടുത്തിയത്, കൊന്നുതള്ളിയത് ഒരു അധ്യാപകൻ ആണോ? ലഹരി മൂത്താണ് ആണോ? ശരിയാണോ? ലഹരി മൂത്താണ്. ശരിയല്ലേ? ആണോ? അല്ലേ? ചൊട്ടലി ശീലം ചുടല വരെ ആണോ? ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വന്നു, പ്രസവിച്ച് അല്ലെ, അവിടെ കുഞ്ഞായി വളർന്ന സന്ദർഭം, ഈ കൗമാര കാലഘട്ടം അല്ലെ, ചെറിയ കാലഘട്ടം, ശൈശവം, ബാല്യം, കൗമാരത്തിന്റെ തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ വേണ്ടവണ്ണം നല്ലത് ഓടിക്കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടോ, അറിവില്ലാത്തത് കൊണ്ടോ, കഴിവില്ലാത്തത് കൊണ്ടോ സംഭവിച്ചതാണ്. ആണല്ലയോ? ഞാൻ എംഫിൽ ബിരുദം നേടിയ ഒരാളാണ്. ഞാൻ എംഫിൽ പഠിച്ചത് കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാലയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിച്ചാണ് എന്റെ പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചത്. ആ പ്രബന്ധം ഞാൻ കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ ദുർഗുണ പരിഹാര പാഠശാലയും പോയി എല്ലാ കുഞ്ഞുമക്കളെയും കണ്ട് അല്ലെ, ദുർഗുണ പരിഹാര പാഠശാലയിലെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ദുർഗുണങ്ങളുമായിട്ടാണോ? ആ കുഞ്ഞുമക്കളെ കണ്ട് ഞാൻ എന്റെ പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ചപ്പോൾ എന്റെ പ്രൊഫസർ എന്നോട് ചോദിച്ചു, മിസ്റ്റർ രാജേഷ്, താങ്കൾ എന്ത് കണ്ടുപിടിച്ചു? ഞാൻ പറഞ്ഞു,
അച്ഛനും അമ്മയും സ്നേഹത്തോടു കൂടി കൂട്ടി വളർത്തിയ, അച്ഛനും എങ്ങനെയാ, അച്ഛനും അമ്മയും സ്നേഹത്തോടു കൂടി കൂട്ടി വളർത്തിയ ഒരു കുഞ്ഞുങ്ങളെയും എനിക്കൊരു ദുർഗുണ പരിഹാര പാഠശാലയിലും കാണാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ കുഞ്ഞുങ്ങൾ കുറ്റവാളികളായി മാറ്റപ്പെടും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കുഞ്ഞുങ്ങൾ കുറ്റവാളികളായി മാറ്റപ്പെട്ടാൽ ജീവിത അവസാനം വരെ അവരെ കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ടി വരും. ശരിയാണോ? വേണ്ടയോ? അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെ, നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കണം. വേണ്ടയോ? വേണ്ടേ? ദൈവാര പാഠശാലയിൽ വിട്ടാൽ എന്താണ് പ്രയോജനം? ചിലർ ചോദിക്കാറുണ്ട്, ദൈവാര പാഠശാലയിൽ വിട്ടാൽ എന്താണ് പ്രയോജനം? ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേരെല്ലാം, ഇവിടെ വരുന്ന പിള്ളേരെല്ലാവരും നല്ല സ്വഭാവമുള്ളവരായി ഭാവിയിൽ മാറുമോ? അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ള, ഒരുപക്ഷെ പുറത്തു നിന്ന് വിമർശിക്കുന്നതായി സ്വന്തം കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വിടാത്തതായിട്ടുള്ള ആളുകളോട് ചോദ്യം ഇതാണ്, ഒരുപക്ഷെ പുകവലിക്കാതിരുന്നാൽ ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യത കുറവാണോ? അപ്പൊ ചോദിക്കും, അല്ലെ, ലങ്സ് ക്യാൻസർ സ്ത്രീകൾക്ക് വരുന്നില്ലേ? പക്ഷെ തോത് കുറവും. മരുന്നതിന്റെ തോത് എങ്ങനെയായിരിക്കും? മരുന്നതിന്റെ തോത് കുറവായിരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയാം, കഴിഞ്ഞൊരു 2 പതിറ്റാണ്ട് കാലം ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിലവാര പാഠശാലയിൽ വരികയും ഞായറാഴ്ച നമ്മുടെ ക്ലാസ്സിൽ വരികയും മഹാഗുരുവിനെ അറിയുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അല്ലെ, നമുക്ക് പറയാം 50% കുഞ്ഞുങ്ങളും 50% കുഞ്ഞുങ്ങളും നല്ല സ്വഭാവമുള്ളവരായി സമൂഹത്തിന് മാതൃകയുള്ളവരായി മാറും. നിസ്സംശയം പറയാൻ പറ്റും. പറ്റുമല്ലയോ? പറ്റും. ഒരു അമ്മയുടെയും അച്ഛന്റെയും ആഗ്രഹം തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. എനിക്ക് 2 മക്കളുണ്ട്, മോനും മോളും. ഞാൻ പറഞ്ഞു, എന്റെ വിവാഹാനന്തരം 10 വർഷത്തിന് ശേഷമാണ്, പ്രാർത്ഥനയുടെ ഫലമാണ് എന്റെ 2 മക്കള് അങ്ങനെ, വൈഫ് ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്. ചികിത്സയുടെ ഫലമാണ് എന്റെ 2 കുഞ്ഞുങ്ങളുണ്ടായത്. അങ്ങനെ കുഞ്ഞുണ്ടായി, പെട്ടെന്നുള്ള പ്രസവം, 7 മാസം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടാവുന്നത്. 7 മാസം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി, 2 മക്കളുണ്ടായി. സിസേറിയനാണ്. മോന്റെ ഭാരം 980 ഗ്രാം. മോന്റെ ഭാരം 980 ഗ്രാം. മോളുടെ ഭാരം 1 കിലോ 400 ഗ്രാം. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഭാരം നോക്കാൻ പോലും നിന്നില്ല, 2 പേരെയും കൂടി വെന്റിലേറ്ററിലാക്കി. 2 കുഞ്ഞുങ്ങളുണ്ട്, 2 പേരെയും വെന്റിലേറ്ററിലാക്കി, അല്ലെ. അങ്ങനെ 3 മാസക്കാലം ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ മോന് പാല് കൊടുക്കുമ്പോൾ വയറ് വീർക്കുന്ന സ്വഭാവം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1/2 മില്ലി പാല, 1 മില്ലി അല്ല, 1/2 മില്ലി പാലെടുത്ത് സിറിഞ്ചില് 1/2 മില്ലി വീതം നാവിൻ തുമ്പിലെ കൊടുത്ത് അങ്ങനെ വളർത്തി വലുതാക്കിയതാണ്. എന്റെ ആഗ്രഹം, ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്റെ കുഞ്ഞിന് നല്ലത് വരണമെന്ന പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമാണ്. കേൾക്കുന്നുണ്ടോ? 2 പേരെ നോക്കാൻ വേണ്ടി 2 സെർവന്റിനെ വെച്ച് 2 പേരെ നോക്കി ഇപ്പൊ മിടുമിടുക്കരായി വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ എന്നുള്ള മാതാപിതാക്കളെ വേണ്ടി പറയും, മക്കൾ എന്നുള്ളത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ശരിയാണോ? നമ്മുടെ ത്യാഗത്തിന്റെ, പ്രാർത്ഥനയുടെ, കഷ്ടപ്പാടിന്റെ എല്ലാം ഫലമാണ്. നമ്മുടെ ആഗ്രഹം എന്താ? ഈ മകനല്ലെങ്കിൽ ഈ മകള് നല്ല വിദ്യാഭ്യാസമുള്ളവനായി വളർന്നു വലുതായി ഈ നാടിനും നാട്ടുകാർക്കും വീടിനും ഉപകരിക്കുന്ന ഒരാളായി മാറണമെന്ന്. ശരിയാണോ? കുഞ്ഞുണ്ടാക്കിയ നമ്മുടെ സർവശ്രദ്ധയും കുഞ്ഞിന് വേണ്ടിയിട്ടാ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള അച്ഛനമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഏത് സ്വഭാവമുള്ളവരായി തീരും? ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായി തീരും? ഏത് ജോലിയുള്ളവരായി തീരും? നിങ്ങളെ സംരക്ഷിക്കുന്നവരാണോ? അവരെ കുറിച്ച് ഓർത്താൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുമോ? അന്തസ്സുള്ള കുഞ്ഞുങ്ങളായിരിക്കുമോ നിങ്ങളുടേത്? സത്യസന്ധരായിരിക്കുമോ? നിങ്ങളുടെ മക്കളെ വിശ്വസിക്കാൻ കൊള്ളുമോ? സാമ്പത്തിക കാര്യത്തിൽ ട്രാൻസ്പെറന്റ് ആയ ആളാണോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണോ? അച്ചടക്കമുള്ളവരാണോ? വിനയമുള്ളവരാകുമോ? വിവേകമുള്ളവരാകുമോ? മാതൃകയായി മാറുന്നവരാകുമോ? ആലോചിക്കണം. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണ്ടേ? ആലോചിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നല്ല സ്വഭാവ ഗുണമുള്ളവരായി മക്കൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ എങ്ങനെ അവർ നല്ല സ്വഭാവമുള്ളവരായി മാറും? മറ്റുള്ളവരെ സ്വാന്തനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന, വായനാശീലമുള്ള,
നല്ല കുഞ്ഞുമക്കളായി എങ്ങനെ നിങ്ങളുടെ മക്കൾ മാറും? ഞാൻ പറയുന്നു, മഹാഗുരു ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ പറയുന്നു അല്ലെ, അമ്മയും അച്ഛനും ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ രണ്ടുപേരും കൂടി ചേരേണ്ടത് പ്രേംന അഭിഗ ചെയ്ത് പ്രേമത്തോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് ഭാര്യാഭർത്താക്കന്മാർ ചേരേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുമ്പോൾ ഗർഭകാലം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. നല്ലതേ കേൾക്കാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. ശരിയാണോ? നല്ലതേ ചിന്തിക്കാവൂ. ഗർഭകാലമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. ഞാൻ പറയാൻ പോകുന്നത് എന്റെയും വൈഫിന്റെയും ഈ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞുണ്ടായി ആ സമയം മുതൽ അന്ന് മുതൽ പ്രസവം വരെ എല്ലാ ദിവസങ്ങളും 2 നേരവും ഞാനും എന്റെ ഭാര്യയും ദൈവദശകവും പിണ്ടനന്ദി എന്ന കൃതി ചെയ്യും. എല്ലാ ദിവസവും ദൈവദശകവും പിണ്ടനന്ദിയും. അങ്ങനെ കുഞ്ഞിന് ഈ 920 ഗ്രാമിൽ നിന്ന് 980 ഗ്രാമിൽ നിന്ന് 1 കിലോ 280 ഗ്രാം 1.25 കിലോ ഭാരമായപ്പോൾ ഒരു കുഞ്ഞു തലയുമായി അല്ലെ, ചെറിയ അല്ലെ 1.25 കിലോ ഭാരമായി വൈഫ് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആയതിനാല് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു 1.25 കിലോ. ആ സമയത്ത് മക്കൾ കുഞ്ഞു കരയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ദൈവദശകം ചൊല്ലും. ഞാൻ ഗുരുവിന്റെ സന്നിധിയിലാണ് പറഞ്ഞത്, കള്ളം പറയും. ദൈവദശകം ചൊല്ലുന്ന സന്ദർഭത്തിൽ ഈ കുഞ്ഞുങ്ങൾ അവരെ കരച്ചിൽ മാറ്റി ആ കുഞ്ഞുങ്ങൾ അവർ കൈകാലിട്ടടിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് ഇവർ ദൈവദശകം പഠിച്ചത്? അമ്മയുടെ വയറ്റിൽ കിടന്ന 7 മാസക്കാലം, ശരിയാണോ? 7 മാസക്കാലം ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നവകൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപഥം, ഒന്നായി എണ്ണി തൊട്ടെന്നും പൊരുപ്പൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന പ്രാർത്ഥന 10 വരികളിലായി 10 പദ്യങ്ങളിലായി 40 വരികളിലൂടെ ഒരു വരി 8 അക്ഷരം 320 അക്ഷരം കൊണ്ട് മഹാഗുരു തന്റെ ദർശനത്തിന്റെ തനിസ്വരൂപം ഒതുക്കിവെച്ച പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവമേ എന്ന വാക്കിലാണ്, അവസാനിക്കുന്നത് സുഖമെന്ന വാക്കിലാണ്. ദൈവത്തെ ആശ്രയിച്ചാൽ സുഖം ലഭിക്കുമെന്ന അമൃതസമാനമായ സന്ദേശം നൽകിയ ആ ദൈവദശകമെന്ന പ്രാർത്ഥന ഗർഭകാലത്തിൽ കിടന്ന എന്റെ മക്കളെ സ്വാധീനിച്ചു എങ്കിൽ, ഇതിന്റെ അനുഭവ സാക്ഷ്യമാണ്. കേൾക്കുന്നുണ്ടോ? ഇതിന്റെ അനുഭവ സാക്ഷ്യമാണ്. സ്വാധീനിക്കുന്നു എങ്കിൽ ആണോ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയിലൂടെ സ്വാധീനിക്കാൻ പറ്റും. ശരിയാണോ? പറ്റുമല്ലയോ? അതുകൊണ്ട് മഹാഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന വഴി തുറക്കും. പ്രാർത്ഥന വഴി തുറക്കും. ഉറപ്പാ, പ്രാർത്ഥന വഴി തുറക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും പ്രിയമുള്ളവരെ സന്ധ്യാസമയം മക്കളും അച്ഛനും അമ്മയും മക്കളുമായി ചേർന്നിരുന്ന് ഒരു അരമണിക്കൂർ നേരം അല്ലെ, അരമണിക്കൂർ നേരം ഒരു 30 മിനിറ്റ് സമയം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലാനും ഒന്നിച്ച് വർത്തമാനം പറയാനുമുള്ള സാഹചര്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതിന് പലിശയ്ക്ക് പലിശയും മുതലും കൂട്ടുപലിശയുമായി നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങളുടെ മക്കളെ ഓർത്ത് ഭാവിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും. മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ പറ്റും. ശരിയാണോ? ആണോ അല്ലയോ? നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങളുടെ മക്കളോട് അഭിമാനിക്കാൻ പറ്റുമോ? യെസ്, ഇങ്ങനെയാണെങ്കിൽ അഭിമാനിക്കാൻ പറ്റും. ഇപ്പൊ രാമായണ മാസമാണ്. ആണോ? രാമായണ മാസമാണ്. രാമായണത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ധാരാളം കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യം പറയാം. അതില് ശ്രീരാമന്റെ മക്കളെ കേട്ടോട്ടോ, രാമായണം കേട്ടോട്ടോ. രാമായണം ധാരാളം കഥകളുണ്ട് കേട്ടോ. ശ്രീരാമചന്ദ്രൻ കാട്ടിപ്പോയി. ആണോ? എന്തിനാ ശ്രീരാമൻ കാട്ടിപ്പോയത്? അറിയാമോ? ശ്രീരാമൻ കാട്ടിപ്പോയത് അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാ. ആണോ? ദശരഥ മഹാരാജാവ് കൊടുത്ത വാക്കാണ്. ശരിയല്ലേ? അപ്പൊ കൈകേയി ചോദിച്ചു, എന്റെ മകനായ ഭരതനെ രാജാവാക്കണം അല്ലെ, രാജാവാക്കണം, രാമനെ കാട്ടിലേക്ക് വിടണം. ഈ സമയത്ത് ശ്രീരാമചന്ദ്രന് വേണമെങ്കിൽ, പിതാവിനെ വേണമെങ്കിൽ പിടിച്ച് ജയിലിൽ അകത്തിട്ട് വേണം രാജ്യം ഭരിക്കാമായിരുന്നു. നമുക്ക് പിടിച്ച ഔറംഗസീബൊക്കെ അങ്ങനെയായിരുന്നു. ആണോ? പക്ഷെ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടുകൂടി അല്ലെ തന്റെ പട്ടുവസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് മരവരിയെടുത്ത് കാട്ടിലേക്ക് പോവുകയാണ്. ശ്രീരാമൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അച്ഛന്റെ വാക്ക് പാലിക്കലാണ് മകന്റെ കർത്തവ്യമാണ്, കടമയാണ്. ആണോ?
ശരിയല്ലേ? ശ്രീരാമൻ ദേഷ്യപ്പെട്ടോ? കൈകേയിയോട് ദേഷ്യപ്പെട്ടോ? കൈകേയിയല്ലേ കാരണക്കാരി. മന്ദരയോട് ദേഷ്യപ്പെട്ടോ? മന്ദരയോട് ദേഷ്യപ്പെട്ടില്ല, കൈകേയിയോട് ദേഷ്യപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം കടലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഭാര്യ സീതപ്പെട്ട് പറഞ്ഞു, രാമേട്ട നിക്ക്, ഞാനും കൂടെ വരാം. രാം പറഞ്ഞു, മോളെ സീതക്കുഞ്ഞെ നീ വരണ്ട. പറഞ്ഞ സീതപ്പെട്ട് പറഞ്ഞു, ഭർത്താവില്ലാത്തടത്ത് ഭർത്താവിന്റെ കൂടെ നിൽക്കലാണ് എനിക്ക് സന്തോഷമാണോ? അതുകൊണ്ട് കാട്ടിലേക്ക് ശ്രീരാമനോടൊത്ത് വരുമ്പോ ലക്ഷ്മണൻ കണ്ടോണ്ടിരിക്കുക ആണോ? ലക്ഷ്മണൻ വിചാരിക്കുന്നു, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, എന്റെ ജ്യേഷ്ഠത്തി, ഇവർ രണ്ടുപേരും തനിയെ കടലിലേക്ക് പോവുകയാണോ? അവർക്കൊരു സഹായം വേണ്ടേ? അതുകൊണ്ട് ലക്ഷ്മണനും കൂടി രാമനോടൊപ്പം പോവുക. ഈ സമയത്ത് ലക്ഷ്മണന്റെ അമ്മ ആരാ? ലക്ഷ്മണന്റെ അമ്മ ആരാ? ലക്ഷ്മണന്റെ അമ്മ ഉഷയോ? ഉഷയല്ല, ലക്ഷ്മണന്റെ അമ്മ സുമിത്രയോ? സുമിത്ര ഉപദേശിക്കുന്നുണ്ട്. സുമിത്രയുടെ ഉപദേശമുണ്ട്, മോനെ ലക്ഷ്മണ, നീ അയോധ്യ അല്ലെ, ഈ കാടിനെ അയോധ്യയായി കണക്കാക്കണം. നിന്റെ ജ്യേഷ്ഠൻ രാമനെ പിതാവായി കണക്കാക്കണം, ജ്യേഷ്ഠനെ പിതാവിനെ പോലെ കണക്കാക്കണം, ജ്യേഷ്ഠത്തിയെ മാതാവിനെ പോലെ കണക്കാക്കണം. എത്ര ഉദാത്തമായ ദർശനമാ! ശരിയല്ലേ? സഹോദര സ്നേഹത്തിന്റെ ഉത്തമമായ മാതൃകയല്ലേ രാമനും ലക്ഷ്മണനും തമ്മിൽ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ള അമ്മമാരെ, ഈ മാസമെങ്കിലും നിങ്ങൾ വായിച്ച് അതിലെ കഥ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പറയണം. മോനെ, ചേട്ടനെ സഹായിക്കേണ്ടത് അയാളുടെ കടമയാണ്. ചേട്ടന് പ്രയാസം വരുമ്പോൾ മോൻ സഹായിക്കണം. മൂത്താള് പറയാം, മോനെ രാമലക്ഷ്മണന്മാരെ കണ്ടോ? അവർ സഹോദര സ്നേഹത്തിന് ഉത്തമ മാതൃകയാണ്. ഇതുപോലെ ആയിരിക്കണം എന്റെ മക്കളും, ഇതുപോലെ ആയിരിക്കണം എന്റെ മക്കളും എന്ന് മടിയിലിരുത്തി അമ്മമാര് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വേണ്ടേ? അച്ഛനെ അനുസരിക്കണം, അച്ഛന്റെ വാക്കുപാലിക്കണം. ശരിയാണോ? എന്റെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സും കൂടി ഇങ്ങനെയാണ്: പിതാവിനെ ബഹുമാനിക്കുകയും മാതാവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കൾ മോശപ്പെട്ട ഒരു പ്രവൃത്തിയിലും ഏർപ്പെടില്ല. അവർ മോശപ്പെട്ട പ്രവൃത്തിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ അച്ഛൻ, മനസ്സിൽ അമ്മയുണ്ടാണോ? ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, സന്ധ്യാസമയത്ത് നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ എഴുന്നേൽക്കണം. എന്തിനാ അച്ഛന്മാരും എഴുന്നേക്കുന്നത്? ഭർത്താവ് വരുമ്പോൾ എന്തിനാ എഴുന്നേക്കുന്നത്? സാറെ കാലം കഴിഞ്ഞില്ലേ, സ്ത്രീ സമത്വം വേണ്ടേ? ഞാൻ വരുമ്പോ അങ്ങനെ എഴുന്നേക്കുന്നില്ലല്ലോ. ഞാൻ വരുമ്പോ അങ്ങനെ എഴുന്നേക്കുന്നുണ്ടോ? ചേച്ചി വരുമ്പോ ചേട്ടൻ എഴുന്നേക്കുന്നുണ്ടോ? ഇല്ല. എന്തിനാണ്? അപ്പൊ മക്കളോട് പറയാതെ പറയുകയാണ്, മോനെ, അച്ഛനാണ് വീടിന്റെ ഗൃഹനാഥൻ, അച്ഛനാണ് പ്രധാനി. അച്ഛൻ വരുമ്പോൾ അമ്മ എഴുന്നേക്കുന്ന കണ്ടോ, അച്ഛന് ബഹുമാനം. അതുപോലെ അച്ഛനെ നീയും അനുസരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭർത്താവിനെ നിങ്ങളുടെ മക്കൾ അവരുടെ അച്ഛനെ അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന സാഹചര്യം വീട്ടിലുണ്ടാവണം. വേണ്ടേ? ഉണ്ടാവണം അല്ലേ? പുരുഷന്മാരോട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വയ്യാത്ത സന്ദർഭങ്ങളിൽ ഭാര്യയെ സഹായിക്കുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ വയ്യാന്ന് പറയുമ്പോ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, സഹായിക്കുന്നു, പരിചരിക്കുമ്പോൾ മക്കൾ കാണുകയാണ്. ആ മക്കളോട് അച്ഛൻ പറയുകയാണ്, മോനെ, ഞാൻ എത്ര കാര്യമായിട്ടാണ് നിങ്ങളുടെ അമ്മ, എന്റെ ഭാര്യയെ ഞാൻ സഹായിക്കുന്നത്, സ്നേഹിക്കുന്നത്. അതേപോലെ നിങ്ങളും നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കണം, അമ്മയോട് പരിചരിക്കണം, അമ്മയോട് ബഹുമാനം ഉണ്ടാവണം എന്നുള്ള വാല്യൂസ് ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ടത് കാണിച്ചു കൊടുക്കണം. വേണ്ടയോ? പറഞ്ഞു കൊടുക്കുന്നതല്ല വേണ്ടത്, ജീവിതത്തില് കാണിച്ചു കൊടുക്കാൻ പറ്റണം. വേണ്ടേ? ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം, അമ്മയോട് സ്നേഹം, അച്ഛനോട് സ്നേഹവും ബഹുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവണം. അത് നല്ല ധാരാളമായി മാതാപിതാക്കൾ വായിക്കണം. കേൾക്കുന്നുണ്ടോ? ഗുരു പറഞ്ഞിട്ടുണ്ട്, വിവേകം താനേ വരുമോ? വിവേകം താനേ വരുമോ? മക്കളെ കേട്ടെ, വിവേകം താനേ വരുമോ? വിവേകം താനേ വരില്ല. യത്നിക്കണം, ധാരാളമായി വായിക്കണം. നിങ്ങൾ ഇനി ഓണം വരുന്നു, വിഷു വരുന്നു, സംക്രാന്തി വരുന്നു, മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, ഹോർലിക്സ്,
രാവിലെ ഹോർലിക്സിന്റെ ഇട, ഉച്ചയ്ക്ക് ബൂസ്റ്റ്, ഇതൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും മക്കളുമായി ഈ വസ്ത്രം വാങ്ങിക്കുന്ന ഷോപ്പിങ്ങിന് പോകുന്ന അതേ സമയത്ത് ഏതെങ്കിലും ഒരു ബുക്ക് ഫെയറിൽ നിങ്ങൾ പോകാറുണ്ടോ? പുസ്തക ചന്തകളിൽ പോകാറുണ്ടോ? ഈവൻ ഒരു വർഷം ഒരു 50 രൂപയുടെയെങ്കിലും പുസ്തകം നിങ്ങൾ വാങ്ങിക്കാറുണ്ടോ? നിങ്ങൾ വായിക്കാറുണ്ടോ? കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു സാരോപദേശ കഥ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സാരോപദേശ കഥ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? വിക്രമാദിത്യന്റെ കഥകളുണ്ട്, പഞ്ചതന്ത്ര കഥകളുണ്ട്, രാമായണത്തിലെ കഥകളുണ്ട്, മഹാഭാരതത്തിലെ കഥകളുണ്ട്. നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? പക്ഷേ എല്ലാവരും പറയും, സാർ ഞങ്ങൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കഥകൾ എവിടെ നിങ്ങൾ കേൾക്കണ്ടേ? എന്റെ ചോദ്യം ഇതാ, ഈ കഥകൾ എവിടെ നിങ്ങൾ കേൾക്കണ്ടേ? അവർ അറിയണ്ടേ? ശരിയല്ലേ? ടാങ്കിലുള്ളതേ ഏതിലൂടെ വരൂ? ടാങ്കിലുള്ളതേ ടാപ്പിലൂടെ വരൂ. ശരിയല്ലേ? മക്കളുടെ വാക്ക്, മക്കളുടെ പ്രവൃത്തി നല്ലതാകണമെങ്കിൽ അവരുടെ മനസ്സിലേക്ക്, അവരുടെ ബുദ്ധിയിലേക്ക്, അവരുടെ ചിന്തയിലേക്ക് നല്ലത് കൊടുക്കണം. വേണോ വേണ്ടയോ? വേണോ വേണ്ടേ? പറ. വേണ്ടേ? നല്ലത് കൊടുക്കണ്ടേ? അപ്പൊ നല്ലത് നിങ്ങളുടെ മക്കൾ നല്ലത് ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ മാതാനക്കാരാണ്. മാതാനത്ത് കുര്യക്കോസ് എലിയസ് ചാവറ അച്ഛന്റെ അദ്ദേഹം പോകുന്ന വഴിക്കാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ്. പൈതങ്ങളെ പള്ളിക്കൂടത്തിൽ അയച്ചാൽ മാത്രം പോരാ, അവർ പഠിക്കുന്നുണ്ടോ എന്നും ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നതെന്നും ആഴ്ച അവസാനം പഠിക്കുന്നത് പരിശോധിക്കേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ്. ആ കടമ വേണ്ടവണ്ണം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, സമയക്കുറവായിരിക്കും നിങ്ങൾക്ക്. സാരോപദേശ കഥകൾ വേണം, മക്കൾക്ക് വേണ്ടേ? വേണോ വേണ്ടയോ? ആ സാരോപദേശ കഥകൾ എവിടെ നിന്ന് ലഭിക്കും? നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് സമയമില്ല. ഇത് എവിടുന്ന് ലഭിക്കും? എവിടുന്നെങ്കിലും ലഭിച്ചേ ബാക്കി പറയൂ, മതിയാവും. അതിന് നമ്മുടെ ഞായറാഴ്ചകളില് ഇവിടെ വന്ന് അധ്യാപകര് ഗുരുവുമായി ബന്ധമുള്ളതും ഇതര വിഷയങ്ങളുമായി ബന്ധമുള്ള ധാരാളം കഥകളും ധാരാളം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് കുഞ്ഞിന്റെ മനസ്സിൽ പതിയുകയാണ്. ആണോ? കുഞ്ഞിന്റെ മനസ്സിൽ പതിയുകയാണ്. ശരിയല്ലേ? ഗുരുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ കുഞ്ഞുങ്ങൾക്ക് ഗുരുദേവൻ ചെയ്തിട്ടുള്ള കാരുണ്യത്തെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റുമോ? കാരുണ്യത്തെ കുറിച്ച് കുഞ്ഞിന് പറയാൻ പറ്റുമോ? കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും ശിവഗിരിയില് അറിയാൻ പറ്റുമായിരിക്കും അല്ലെ? രാത്രി വന്ന ഒരാള്, രാത്രി വന്ന് ചക്കയിട്ട്, ശരിയാണോ? അവരെ കള്ളനാണ് അല്ലെ? അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, സ്വാമി രാത്രി വന്ന് ചക്കയിട്ട് മോഷ്ടിച്ചു, മൊത്തമാണ്, കുറ്റം ചാർത്തി. ആ സമയത്ത് ഗുരു എന്താ പറഞ്ഞു? എന്തിനാണ് രാത്രി വന്നിട്ടോട്ട് പോകുന്നത്? ആണോ? ഇടജത്തുക്കളല്ലേ, പകലൊന്നും ഇട്ടുകൂടെ അല്ലെ? ചെറിയ കാര്യങ്ങളാ, പക്ഷെ അതിലൂടെ കാരുണ്യത്തെ കുറിച്ചുള്ള, ഗുരുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ധാരാളം എത്രയോ സംഭവങ്ങളാണ്. ഗുരു പറയുന്നുണ്ട്. കാരുണ്യത്തെ കുറിച്ച് ഗുരു പറഞ്ഞ ഏതെങ്കിലും ശ്ലോകം അറിയാൻ പറ്റുമോ? കാരുണ്യത്തെ കുറിച്ച് അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണത് ജീവതാരകം. അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടിടുകി നവാക്ഷരി. ശരിയല്ലേ? അപ്പൊ നമ്മുടെ മക്കള് കാരുണ്യത്തെ കുറിച്ച് അറിയണം. വേണോ വേണ്ടയോ? കാരുണ്യത്തെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരും. ഇവരെല്ലാം മക്കളും വളർന്നു വരും. ഇവരെ കല്യാണം കഴിച്ചു വിടും. നല്ല കുടുംബജീവിതം നയിക്കണം. വേണ്ടേ? നല്ല വ്യക്തിയാകണം. സമൂഹത്തിൽ മാതൃകയാകണം. വേണ്ടേ? മാതൃകയാകണമെങ്കിൽ അവനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്ഷമിക്കാനും സഹിക്കാനും സഹജീവികളോട് അല്ലെ കാരുണ്യത്തോടെ ഇടപെടാനും സാധിക്കണം. വേണോ വേണ്ടയോ? നമ്മുടെ ഞായറാഴ്ച ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ഇവര് പഠിച്ചു മിടുക്കരാവാം, റാങ്ക് കിട്ടി പോയതിരിക്കും, നല്ല ജോലി കിട്ടും. പക്ഷേ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടതായ ചില ശീലങ്ങൾ ഉണ്ടാക്കുവാൻ ദേവാലയ പാഠശാലകൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ ഇതിന്റെ ഭാഗമായി എത്രയോ വർഷങ്ങളാണ് അതിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. നമ്മുടെ ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ മാത്രമല്ല, അവർ പ്രഭാഷണത്തിൽ മാത്രമല്ല,
അവരുടെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ, വ്യക്തി ജീവിതത്തിലെല്ലാം നല്ലവരായി മാറിയ ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ഈ ശാഖ ചെയ്യേണ്ടതായ കാര്യം, ഇവിടെ എത്ര അംഗവീടുകളാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ആ അംഗവീടുള്ള കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കണം, എല്ലാ വീടുകളുമായി എല്ലാവരുമായി സംസാരിക്കണം, എല്ലാവരെയും കൊണ്ടുവരണം. ഇതെല്ലാം ഒരുപക്ഷെങ്കിൽ ക്ലാസ് തിരിച്ച് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അത്തരത്തിൽ കുട്ടികളുടെ പ്രായമനുസരിച്ച് തിരിച്ച് അവരെ ആ ക്ലാസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുനാളിൽ 6 വയസ്സുള്ള അപ്പം പ്രസംഗം പറയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ പറയും, ഭംഗിയായി കവിത ചൊല്ലും. എന്റെ മക്കൾ പറഞ്ഞു 4 വയസ്സായ സന്ദർഭത്തിൽ തന്നെ അവർ ദൈവദശം ഭംഗിയായി ചൊല്ലും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര കൃതികൾ അറിയാം ആലോചിച്ച് കൂടി നോക്കണം. കേൾക്കുന്നുണ്ടോ? ഇനി മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ മാതാപിതാക്കൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയം അതിക്രമിക്കുന്നു പറയുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്, അസറ്റ് മക്കളാണ്. മാതാവിന്റെയും പിതാവിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ബാങ്ക് ബാലൻസ്, ഏറ്റവും വലുത് മക്കളാണ്. എങ്ങനെയുള്ള മക്കൾ? ബുദ്ധിയുള്ള മക്കൾ ഉണ്ടാവണം. സ്വഭാവശുദ്ധിയുള്ള മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും വീട്ടിലൊരുക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള സന്ദർഭങ്ങളേക്കണം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സദ്ഗ്രന്ഥങ്ങളുമായി ചങ്ങാത്തം കൂടണം. സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കണം. പ്രാർത്ഥന ചൊല്ലണം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? ചിലപ്പോ അമ്മമാര് പറയും, സാർ അവൻ അടങ്ങിയിരിക്കുന്നില്ല, അവൻ വരുന്നില്ല, അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും നിർബന്ധമാണ്. നിങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ചൊല്ലും കൂടി കൊടുക്കണ്ടേ? എന്റെ 5ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ പ്രാർത്ഥനയ്ക്ക് വരാത്തത് നിങ്ങൾ അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കണ്ടേ? ആത്മാശക്തി ഉള്ളവരായി മാറണം. വേണ്ടയോ? അതുകൊണ്ട് നല്ല സ്വഭാവ ഗുണമുള്ളവരായി മക്കളെ മാറ്റുന്നതിന് നിങ്ങൾ ഏവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് നമ്മുടെ ദേവാലയ പാഠശാല വലിയ സഹായമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ മക്കൾ പറഞ്ഞു സാർ. മക്കളെ നിങ്ങളോട് പറയാനുള്ളത് അമ്മയെ കുറിച്ചാണ്. കേൾക്കുന്നുണ്ടോ? ഇവിടെ നോക്കി ഇവിടെ നേരെ എല്ലാവരും നേരെ ഇരുന്നേ. അമ്മയെ കുറിച്ചാണ് പറയാനുള്ളത്. കേൾക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം നേരേക്ക്. ഞാന് എന്റെ അനുഭവം പറഞ്ഞു മക്കളെ. എന്റെ മോന് ഇവിടെ എല്ലാവരും നേരിക്കും, വായിലേക്ക് ഇതൊക്കെ വെച്ചെടുക്കും, നേരിക്കും. 980 ഗ്രാമുള്ള എന്റെ മോനെ ആണോ ഇന്ന് ഏകദേശം 10-14 കിലോ ഭാരമുള്ളവനാക്കി മാറ്റാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട ആളാന്നറിയാം ഞാൻ. ഒരു വെള്ളി പാലുൾപ്പെടെ കൊടുത്ത് ആണോ എന്തെല്ലാം കഥകൾ പറഞ്ഞിട്ടാ. ഒരു ചോറ് കൊടുക്കാൻ നേരം അല്ലെ പറയും, മോനെ തള്ളക്കാക്ക വന്ന് പിള്ളക്കാക്ക ചോറ് കൊടുക്കുന്ന മോൻ കണ്ടിട്ടുണ്ടോ? എന്ത് ചെയ്യും? തള്ളക്കാക്ക വരുമ്പോ പിള്ളക്കാക്ക ഇങ്ങനെ ഇങ്ങനെ വിളിക്കും. അന്നേരം എന്ത് ചെയ്യും? തള്ളക്കാക്ക ഇങ്ങനെ ചോറ് വെച്ചു കൊടുക്കും. അങ്ങനെ കഥകൾ പറഞ്ഞു ആണോ, എത്രമാത്രം കഥകൾ പറഞ്ഞു. നേർച്ചയുടെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാണ് മക്കൾ. ശരിയാണോ? അവിടെ അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത്, മോനെ നിന്നോടുള്ള കഥയാ കേട്ടോ. ഒരിക്കൽ വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് ഒരമ്മ ഒരു കുഞ്ഞിനെയും കൂടി വന്നു. കേൾക്കുന്നുണ്ടോ? ആരുടെ അടുത്ത്? ഏത് സ്വാമിയുടെ അടുത്ത് വന്നേ? ഏത് സ്വാമി എടുത്താ? വിവേകാനന്ദ സ്വാമി അടുത്ത് വന്നു. എന്നിട്ട് അമ്മ സ്വാമിയോട് പറയാ, സ്വാമി ഇവൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കത്തില്ല സ്വാമി. കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം കേൾക്കത്തില്ല. ഇവിടെ സ്വാമി ഒന്ന് പറയണം, ഇവരുടെ അനുസരിക്കണം, അമ്മയെ അനുസരിക്കണം എന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യൂ. അടുത്തുള്ള സന്യാസിമാര് പറഞ്ഞു, ഒരു 3-4 കിലോ ഭാരമുള്ള ഇഷ്ടിക എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഒരു കല്ല് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്ത് ചെയ്ത്? അതൊരു തുണി കെട്ടാൻ പറഞ്ഞു. തുണി കെട്ടിയിട്ട് ഈ ഇവന്റെ വയറ്റിൽ കെട്ടി വെക്കാൻ പറഞ്ഞു. കൊച്ചിനെ കൊണ്ട് വന്നതാ. അവന്റെ വയറ്റിൽ കെട്ടി വെക്കാൻ പറഞ്ഞു. ഇനി കെട്ടഴിക്കത്തില്ലെന്ന് പറഞ്ഞു. കെട്ടഴിക്കത്തില്ല. അല്പനേരം കഴിഞ്ഞ് 4 കിലോ ഭാരമുള്ള വയറ്റിൽ ഇരിക്കുകയാണോ? കൊച്ചിന് ഇരിക്കാൻ പറ്റുന്നില്ല, ഇറക്കാൻ പറ്റുന്നു. സ്വാമി എങ്ങനെയെങ്കിലും ഇതൊന്ന് അഴിച്ചു കളയണം. എന്നാ സ്വാമി പറഞ്ഞിടാ, മോനെ നീ 4 കിലോ അല്പനേരം വെച്ചപ്പോ നിനക്ക് എന്ത് പ്രയാസമാ? നടുവേദനയാണ്, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, ചാടാൻ പറ്റുന്നുണ്ടോ? ചാടാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മ 10 മാസക്കാലം നിന്നെ ചുമന്നോട് നടന്നു. എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും?
കേൾക്കുന്നുണ്ടോ? എത്ര പ്രയാസപ്പെട്ടുണ്ടാവും. ആ അമ്മ പറയുന്നത് അനുസരിക്കണ്ടേ? വേണോ വേണ്ടയോ? അമ്മയുടെ സ്വപ്നം എന്താണ്? നിങ്ങളല്ലേ? ആണോ? അമ്മ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? പറ. അച്ഛന് വേണ്ടിയോ? ആ, നിങ്ങൾക്ക് വേണ്ടി. ശരിയല്ലേ? അമ്മ എന്തെല്ലാം സേവനങ്ങളാ ചെയ്യുന്നത്? ആഹാരം ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, പാർക്കാർ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ വസ്ത്രം അലക്കുന്നു, എന്തെല്ലാം കാര്യം ചെയ്യുന്ന. അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ കേട്ടണേ, അക്ഷരം പ്രതി പാലിക്കണം. കേൾക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞാൽ അക്ഷരം പ്രതി പാലിക്കണം. അച്ഛൻ പറഞ്ഞാൽ അക്ഷരം പ്രതി പാലിക്കണം. കേൾക്കുന്നുണ്ടോ? ഇനി കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കൗമാരക്കാരായ പെൺകുട്ടിയുടെ ഉണ്ടാവും. പ്രിയമുള്ള കൗമാരക്കാരായ പെൺകുട്ടിയോട് പറയാനുള്ളത്, ഒരു പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി ചെറിയ പ്രായം മുതൽ മാതാപിതാക്കൾ ആഗ്രഹിക്കും, അവർ തീരുമാനമെടുക്കും. കേൾക്കുന്നുണ്ടോ? ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ദൂരെ നിന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നവരുടെ വാക്കിൽ വിശ്വസിക്കരുത്. കേൾക്കുന്നുണ്ടോ? ഈ ഭൂമി, കൗമാരക്കാരായ പ്രിയമുള്ള സഹോദരിമാരെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾക്ക് നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവിത സർവ്വം സമർപ്പിക്കുന്ന ആ മാതാപിതാക്കളെ വാക്ക് വിശ്വസിക്കും. കേൾക്കുന്നുണ്ടോ? മാതാപിതാക്കളുടെ വാക്ക്, അവരുടെ സെലക്ഷൻ ആയിരിക്കും ബെസ്റ്റ് സെലക്ഷൻ. കേൾക്കുന്നുണ്ടോ? അവരുടെ സെലക്ഷൻ ആയിരിക്കും ബെസ്റ്റ് സെലക്ഷൻ. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ധാരാളം പ്രലോഭനങ്ങളൊക്കെ വരാം. ആ സന്ദർഭങ്ങൾ ഓർക്കൂ. എന്നെ ഇത്രയും എത്തിച്ച, എന്റെ ഭാവിക്ക് വേണ്ടി മാത്രം വിചാരിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ ജീവന്റെ ജീവനായി സ്നേഹിക്കുന്ന എന്റെ അമ്മ, എന്റെ അച്ഛൻ, ഇവരായിരിക്കണം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടവർ. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ 2-3 ഇരട്ടി പ്രായമുള്ള അനുഭവജ്ഞാനമുള്ള മാതാപിതാക്കളാ. ശരിയാണോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അത് അവർക്ക് കൊടുക്കണം. വേണോ വേണ്ടയോ? അതുകൊണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറഞ്ഞിരുന്ന് നല്ല വാക്ക് പറയുന്നവരല്ല വിശ്വസിക്കുന്നത്. അന്തസ്സുള്ളവര്, സത്യസന്ധരായവര്, നന്മ ചെയ്യുന്നവർ, നല്ലവർ നേരിട്ട് വന്ന് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് മഹാഗുരുവിന്റെ പ്രിയമുള്ളവരെ, മഹാഗുരുവിന്റെ അനുഗ്രഹം അവോളം നമ്മളിൽ വന്നു ചേരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. നമ്മുടെ സമയം, എന്നോട് പറഞ്ഞ സമയം അതിക്രമിച്ചു. റീവാന ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. റീവാന പാഠശാലയിൽ കുഞ്ഞുങ്ങൾ എല്ലാവരെയും വിടാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ നടത്തിപ്പുകാര് കൃത്യമായ രീതിയിൽ അതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഈ മറിയപ്പള്ളി ശാഖയുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി, നല്ല സ്വഭാവ ഗുണമുള്ളവരായി ഈ നാടിനും നാട്ടുകാർക്കും ഈ പ്രദേശത്തും ആകമാനം പ്രകാശം ചൊരിയുന്നവരായി നമുക്ക് അഭിമാനിക്കുന്ന വ്യക്തികളായി മാറട്ടെ. അതിന് സർവേശ്വരന്റെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു.